എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ശരവണ ഭവൻ സ്റ്റൈല് അല്ലെങ്കിൽ തമിഴ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സാമ്പാറാണ്. ടിഫിൻ സാമ്പാർ എന്ന് ഇതിനെ പറയാറുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കാണ് മെയിനായിട്ട് ഈ ഒരു സാമ്പാർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പ് എടുക്കുമ്പോൾ എപ്പോഴും സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂർ ദാൽ എടുക്കുക. സാമ്പാർ പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊതുവേ ടിഫിൻ സാമ്പാറുകളിൽ ചെറുപയർ പരിപ്പും അതുപോലെ സാമ്പാർ പരിപ്പ് കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതല്ല സാമ്പാർ പരിപ്പ് മാത്രമാണെങ്കിലും നല്ലതുപോലെ വേവിച്ചെടുക്കാം. 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2-3 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. കായമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 4 മുതൽ 6 വിസിൽ വരെ അടിച്ച് നല്ലതുപോലെ ഈ ഒരു പരിപ്പും കഷ്ണങ്ങളും വേവിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ നല്ലതുപോലെ വെന്തിട്ടാണ് ഈ ഒരു സാമ്പാറിലേക്ക് ഈ പരിപ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് കഷ്ണങ്ങൾ തയ്യാറാക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു 15 മുതൽ 20 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി മുഴുവനായിട്ടാണ് ഇടുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ടിഫിൻ സാമ്പാറുകളിലൊക്കെ ചെറിയുള്ളി മുഴുവനായിട്ട് തന്നെയാണ് ഉണ്ടാവുക, അരിഞ്ഞൊന്നും ഇടാറില്ല. ചെറിയുള്ളി ചേർത്തതിന് ശേഷം ഈ ഒരു മിക്സ് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. പൊതുവേ ടിഫിൻ സാമ്പാറുകളിൽ സാമ്പാറിലേക്കുള്ള വെജിറ്റബിൾസ് കുറവാണ് ചേർക്കുന്നത്. 1 മുരിങ്ങക്ക ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2-3 ബീൻസ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്തുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കഷ്ണങ്ങൾ ഇതിലേക്ക് ആവശ്യമില്ല. മെയിനായിട്ടും മുരിങ്ങയ്ക്ക, ക്യാരറ്റ് ഒക്കെയാണ് ചേർക്കുന്നത്. വെണ്ടക്ക ഇതിൽ കൂടുതൽ കഷ്ണങ്ങൾ ഈ ഒരു സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇതും ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ആ ഒരു വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് സാമ്പാർ പൊടി വറുത്തിട്ടൊന്നുമില്ല, സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. സാമ്പാർ പൊടി ചേർത്തിട്ട് തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം നല്ലതുപോലെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കഷ്ണങ്ങളുടെ കൂടെ തന്നെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കഷ്ണങ്ങൾ നല്ലതുപോലെ വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ ചേർത്ത് മിക്സ് ചെയ്തതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ കൊണ്ട് കഷ്ണങ്ങൾ വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നല്ലപോലെ ഒരു 5 മിനിറ്റൊക്കെ ബോയിൽ ചെയ്താൽ മതിയാവും. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അരക്കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 10 മിനിറ്റ് നേരം കുതിർത്തി വെച്ചതാണ്. ഇതുകൂടി പിഴിഞ്ഞ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പും കഷ്ണങ്ങളും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതുകൂടി ഈ സാമ്പാറിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കഷ്ണം വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത 3 കപ്പ് വെള്ളത്തിൽ നിന്ന് കുറച്ച് വറ്റിയിട്ടുണ്ടാവും. അതുപോലെ പരിപ്പ് ചേർത്ത് കഴിയുമ്പോൾ സാമ്പാർ ഒന്നുകൂടി കുറുകി വരും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം പരിപ്പും പുളിവെള്ളവും അതുപോലെ കഷ്ണങ്ങളും നല്ലതുപോലെ തിളച്ച് വരണം. ചേർത്ത് കൊടുത്ത പരിപ്പ് പുളിവെള്ളവും അതുപോലെ കഷ്ണങ്ങളിലേക്ക് നല്ലതുപോലെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ തിളയ്ക്കണം.
അതുപോലെ വെള്ളം വറ്റിപ്പോവും. അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം എക്സ്ട്രാ ആയിട്ട് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായി തിളച്ച് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാമ്പാർ റെഡിയാവും. ഇനി നമ്മളിതിലേക്ക് എണ്ണയിലൊന്നും വറുത്തിടുന്നില്ല. ഇത്ര തന്നെ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. പലതരത്തിൽ ടിഫിൻ സാമ്പാർ ചെയ്യാറുണ്ട്. വറുത്തിട്ടുള്ള ടിഫിൻ സാമ്പാറും ഉണ്ട്. ഇത് അവസാനം നമ്മൾ വറുത്തൊന്നും ഇടാതെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. ഒരു 3 മിനിറ്റ് നേരം കൂടി തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്, ചൂടോടെ സെർവ് ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ കോമ്പിനേഷൻ നല്ല മുരിഞ്ഞ ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലിയും ആണ്. ചോറിന് കൂട്ടി ഈ സാമ്പാർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ടിഫിൻ സാമ്പാറാണ്. നല്ല നെയ്യൊക്കെ ഇട്ട് ഉണ്ടാക്കിയ നെയ് റോസ്റ്റ് അല്ലെങ്കിൽ മുരിഞ്ഞ ദോശയുടെ കൂടെ ഈ ഒരു സാമ്പാർ അടിപൊളി കോമ്പിനേഷനാണ്. നമ്മൾ പൊതുവെ പുറത്തുള്ള ആര്യസ് അല്ലെങ്കിൽ ശരവണഭവൻ പോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു തമിഴ് ടേസ്റ്റുള്ള സാമ്പാറുണ്ടല്ലോ, ആ സാമ്പാറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റിട്ടേൺ റെസിപ്പി നമ്മുടെ സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചെക്ക് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.